കുവൈത്തും സൗദി അറേബ്യയും ഹൈ അലേർട്ടിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താണെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഇറാനും UAE-യും സൗദി അറേബ്യയും തമ്മിലുള്ള ശത്രുത വളർത്താൻ വേണ്ടി കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ നെതന്യാഹു. അത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ കുവൈത്ത് ഇഷ്യൂ നോക്കാം. കുവൈത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ ബോട്ടിനെ അൺലോഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കുവൈത്ത്. 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പേർഷ്യൻ ഗൾഫിൽ നിന്നും. ഈ ഇല്ലീഗൽ ആക്ട് നടന്നിട്ടുള്ളത് US ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന അടുത്തുള്ള ഒരു ഐലൻഡിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്നാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. വി ഡിമാൻഡ് ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് അവർ നാഷണൽസ്. ഇവരുടെ നാഷണൽസിനെ, അതായത് ഇറാനിയൻസിനെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം. അതുപോലെ റിസർവ് ദ റൈറ്റ് ടു റെസ്പോണ്ട്. ഇതിന് തിരിച്ചടിക്കാനുള്ള റൈറ്റ് നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു വാർണിംഗ് ആണ്. പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ പുറത്തു വിടുക, ഇനി തിരിച്ചടിക്കാനുള്ള റൈറ്റ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കുവൈത്തിനോട് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇനി സൗദി അറേബ്യ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ ഇത്